ട്രിഗണോമെട്രി എന്ന ലെസൺ. ഈ എപ്പിസോഡിൽ ഞാൻ ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു തിയറി പോർഷൻ ഉണ്ടാക്കാം. അപ്പൊ എന്റെ മക്കള് കൂട്ടത്തിന് ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കണം. കുറച്ച് ട്രിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതുപയോഗിച്ചിട്ട് നിങ്ങൾ തിയറി ഹൃദയസ്ഥമാക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് റേഷ്യൂസ് പഠിക്കാനായിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു ആംഗിൾ തീറ്റ എടുക്കും. തീറ്റയെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സൈഡ്സ് തമ്മിലുള്ള റേഷ്യൂസ്, അതാണ് നമ്മൾ ട്രിഗണോമെട്രി എന്ന പോർഷനിൽ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. സൈൻ, കോസ്, ടാൻ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഓക്കെ, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയിലെ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് റേഷ്യോ സൈൻ എക്സ് കണ്ടുപിടിക്കുന്നത്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോറ്റന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡ് എ ബി, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് എ സി. ഓക്കെ. പിന്നെ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിന് അഡ്ജസന്റ് ആയിട്ടുള്ളത് ബി സി ഡിവൈഡഡ് ബൈ എ സി. ദെൻ ടാൻ എക്സ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ബി സി. ഇത് ഇത്രയാണ് കൊച്ചു ക്ലാസ്സിൽ, അതായത് ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചത്. ഈ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെന്താണെന്ന് അറിയണം. പൈതഗോറസ് തിയറം അറിയാലോ എല്ലാവർക്കും. പൈതഗോറസ് എന്ന ഒരു സയന്റിസ്റ്റ് ഒരു തിയറം ഇതിന്റെയും, അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെയും സൈഡ്സിനെ റിലേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ദ ബേസ് സ്ക്വയർ പ്ലസ് altitude സ്ക്വയർ. ഓക്കെ. ട്രിഗണോമെട്രിയിൽ നമ്മൾ എന്താ പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യൂസ് ആണ് പഠിച്ചു വന്നത്. അങ്ങനെ സൈൻ, കോസ്, ടാൻ എല്ലാം എൻ്റെ മക്കൾക്ക് അറിയാം. സൈൻ അറിയാം, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. അപ്പൊ ഈ റേഷ്യോ നമ്മൾ ഒരു ആംഗിളിനെ ബേസ് ചെയ്താ പറയണത് അല്ലേ. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഇസ് എക്സ്, ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റേഷ്യോസ് എല്ലാം ജനറേറ്റ് ആവുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്താ? സാധാരണ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രിയിലാണ് പറയാറ്. ഓക്കെ, ഡിഗ്രി. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പോയിന്റിന് ചുറ്റും ഉള്ള ആംഗിൾ ഇറ്റ് ഇസ് 360 ആണല്ലോ. ഒരു പോയിന്റിന് ചുറ്റുമുള്ളത്, അതായത് ഒരു പോയിന്റിന്റെ ഇവിടെ ഇത് തുടങ്ങി, ഇത് 0 ഡിഗ്രിയാണ്. ഇത് തുടങ്ങി ഇങ്ങനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും 0-ൽ എത്താനായിട്ട് അത് 360 ഡിഗ്രി നീക്കണം. ഓക്കെ. അപ്പൊ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്നത് 360 ആണ്. ഈ ഡിഗ്രി അല്ലാതെ വേറൊരു മെഷർമെന്റും കൂടി ആംഗിളിനുണ്ട്. അതിന് പറയുന്ന പേരാണ് റേഡിയൻ. ഓക്കെ. ഈ ലെസണിൽ നിങ്ങൾ ഇത് തമ്മിലുള്ള കണക്ഷൻ പഠിക്കും. റേഡിയനും ഡിഗ്രിയും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന്. അതായത് ഡിഗ്രിയിലാണ് നമ്മുടെ ആംഗിൾ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് റേഡിയനിലോട്ട് മാറ്റാനായിട്ട് ഒരു റേഷ്യോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു റേഡിയൻ മെഷർ. റേഡിയൻ മെഷറിനെ 180 ബൈ പൈ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഡിഗ്രി കിട്ടും. തിരിച്ചോ, റേഡിയൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ പൈ ബൈ 180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. റേഡിയൻ കിട്ടാൻ വേണ്ടി ഡിഗ്രീനെ പൈ ബൈ 180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടുന്ന ഫോർമുല. അതായത് ഡിഗ്രിയിലാണ് നമ്മുടെ ആംഗിൾ ഉണ്ട്, അതിനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്, അതിനെ റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഇക്വേഷൻ പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി. അതായത് റേഡിയൻ എപ്പോഴും പൈയിലുണ്ടാവും, റേഡിയനിൽ പൈ ഉണ്ടാവും. പൈയുടെ വാല്യൂ നമുക്കറിയാം, പക്ഷേ പൈ ഉണ്ടെങ്കിൽ അത് റേഡിയൻ മെഷറാണ്. അതിനെ പൈ ബൈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 180 ബൈ പൈ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഡിഗ്രി കിട്ടുന്നത്. റേഡിയൻ കിട്ടണമെങ്കിലോ ഇതിനെ തിരിച്ച്, ഡിഗ്രിയിൽ പൈ ഇല്ല, അതുകൊണ്ട് ഡിഗ്രി കിട്ടണമെങ്കിൽ 180 മുകളിൽ വരണം. റേഡിയനിൽ പൈ ഉണ്ട്, അപ്പോൾ റേഡിയൻ കിട്ടണമെങ്കിൽ പൈ മുകളിൽ വരണം. ഓക്കെ, ഇതാണ് ആ റിലേഷൻ.
ഇനി നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത് സെൻട്രൽ ആംഗിൾ ഇങ്ങനെ ഒരു സർക്കിളില് ഇതൊരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ്, ഇത് രണ്ടും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് തീറ്റ ആണെന്നിരിക്കട്ടെ, ഇത് നമ്മൾ സെൻട്രൽ ആംഗിള് തീറ്റ, ഇതിനെ പറയുന്ന പേര് ആർക്ക് ലെങ്ത്. അപ്പൊ ആർക്ക് ലെങ്ത് L, റേഡിയസ് R, ആംഗിള് തീറ്റ റേഡിയൻ. ആംഗിള് റേഡിയനിലായിരിക്കണം, ആ ഒരു കമ്പൽസറി നമ്മൾ ഉപയോഗിക്കണം. ആംഗിള് തീറ്റ ആയിരിക്കും, റേഡിയസ് R, ആർക്ക് ലെങ്ത് L ആണെങ്കിൽ ആ കണക്ഷൻ, ആ ഫോർമുല എന്ന് പറഞ്ഞാൽ L = R തീറ്റ. ഇതും പഠിച്ചോളൂ. ഇത് റെയർലി വരും, ഇതും റെയർലി വരും. പക്ഷെ നമ്മൾ പോർഷൻ പഠിച്ചു കൊടുക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് വൈഹാട്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി റേഡിയൻ ആക്കാനും റേഡിയനെ ഡിഗ്രി ആക്കാനും. ഇപ്പോൾ നമ്മള് ക്വാഡ്രൻസ് ഒക്കെ അറിയാലോ അല്ലേ നമുക്ക്. ക്വാഡ്രന്റ് എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ നമ്മുടെ പ്ലെയിനിൽ ഉണ്ടെന്നും ഇത് ഒരു 4 ക്വാഡ്രന്റ് ആയിട്ട് പ്ലെയിനിനെ XY പ്ലെയിനിനെ ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് വൺ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇത് ഞാൻ വരച്ചതെന്ന് പറഞ്ഞാല് നമുക്ക് സൈൻ, കോസ്, ടാൻ ഇങ്ങനെ 3 റേഷ്യോസ്. ഇനി 3 റേഷ്യോസും കൂടെ ഉണ്ട്. അതിന്റെയൊക്കെ റെസിപ്രോക്കൽസ് ആയി എന്തൊക്കെയാ? സീക്ക്, കൊസീക്ക്, കോട്ട്. ഈ 6 റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ഈ ക്വാഡ്രന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ക്വാഡ്രന്റിൽ ഇവിടെ ചിഹ്നം മീൻസ് അവ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ അറിയണം. ഗ്രാഫ്സ് നമ്മൾ പഠിക്കണം. ഗ്രാഫ് നിങ്ങൾ പോയാൽ മതി. ഏതെങ്കിലും ഗ്രാഫ് കണ്ടാൽ അത് എന്തിന്റെ ഗ്രാഫ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കോഡ് കൊച്ചിലേ മുതൽ എല്ലാ കുട്ടികളും പഠിച്ചു വരുന്നതാണ്. ഓൾ സിൽവർ ടീ കപ്സ്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്യാപിറ്റൽ ഫസ്റ്റ് ലെറ്റേഴ്സ്. ഹിയർ ഇറ്റ് ഇസ് ഓൾ സിൽവർ ടീ കപ്സ്. അതായത് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ റേഷ്യോസും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റില് ഓൺലി സൈൻ പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെന്ന് അറിയാമെങ്കിൽ നമുക്കറിയാം സീക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. തേർഡ് ക്വാഡ്രന്റില് ടാൻ പോസിറ്റീവ്, സോ കോട്ട് ആൾസോ പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റില് കൊസീക്ക് പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, സോ കൊസീക്ക് ആൾസോ പോസിറ്റീവ്. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതായത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റില് സൈനും കോസും ടാനും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ പോസിറ്റീവ്, കോസ് ടാൻ നെഗറ്റീവ്, തേർഡ് ക്വാഡ്രന്റില് ടാൻ പോസിറ്റീവ്, സൈനും കോസും നെഗറ്റീവ്, ഫോർത്തില് കോസ് പോസിറ്റീവ്, സൈൻ ആൻഡ് ടാൻ ആർ നെഗറ്റീവ്. ക്ലിയർ? ഇനി നമ്മൾ ഒരു പോയിന്റിന് ചുറ്റും 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ 360 ഡിഗ്രി ഒരു പ്ലെയിനിലാണ്, മീൻസ് ഈ പോയിന്റ് പ്ലെയിനിലാണുള്ളത്, XY പ്ലെയിനില്. ഇഫ് ദ പോയിന്റ് റിമൈൻസ് ഇൻ ദ ഓറിജിൻ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാല് 0 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് വന്നാല് 90 ഡിഗ്രി ആണ് അല്ലേ. എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് Y ഡിഗ്രി വിച്ച് മേക്സ് സ്ലോപ്പ് ഇസ് 90 ഡിഗ്രി ആണല്ലോ. അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഈ Y എന്ന് പറഞ്ഞാൽ മേക്ക് ചെയ്യുന്ന ആംഗിള് 90 ഡിഗ്രിയാണ്. നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ. അപ്പം ഈ 0 ഡിഗ്രിയുടെ റേഡിയൻ എന്ന് പറയുന്നത് 0 മെഷർ തന്നെയാണ്. 90 ഡിഗ്രിയുടെ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 90. എന്നെ റേഡിയൻ ആക്കുകയാണെങ്കിൽ ഒരു പൈ വരണം മുകളിൽ അല്ലേ. അപ്പം ഇൻറ്റു പൈ ബൈ 180 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പം ഇത് വന്നിട്ട് പൈ ബൈ 2. ഓക്കെ, അപ്പൊ ഇത് എത്രയാവും? ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ അതിന്റെ ആംഗിൾ എത്രയാണ്? 180. 180 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പൈ. ഹിയർ ഇറ്റ് ഈസ് 3 പൈ ബൈ 4. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360. 360യുടെ ആംഗിൾസ് റേഡിയനിലാണെങ്കിൽ ഇറ്റ് ഈസ് 0, പൈ ബൈ 2, പൈ, 3 പൈ ബൈ 4. ഇവിടെ ഇനി ലെസണില് നമ്മൾ മിക്കവാറും ഈ ആംഗിൾസ് 90, 80, 40 എന്നൊന്നും പറഞ്ഞല്ല പഠിക്കുക. പൈ ബൈ 2, പൈ, 3 പൈ ബൈ 4. ഇതിലെന്ത് പറയും? അഗൈൻ ഇതൊരു റൊട്ടേറ്റ് കഴിഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് അഗൈൻ 2 പൈ ആണല്ലോ. അത് കഴിഞ്ഞാലോ 3 പൈ വരില്ല, 4 പൈ, 6 പൈ. ഇങ്ങനെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട്, അതായത് ഇതിനെ നമ്മൾ 2n പൈ എന്നും പറയാം. ക്ലിയർ? ഓക്കെ അല്ലേ?
ഇനി നമ്മള് വേറൊന്നും കൂടി കാണാതെ പഠിക്കാൻ മീൻസ് നമ്മൾ കുറെ ട്രിക്സ് പഠിച്ചു വയ്ക്കും, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ബാക്കി റിസൾട്ട്സ് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പം ഇത് നമ്മൾ റേഷ്യോസ് എഴുതും, സൈൻ കോസ് ടാൻ. ഇവിടെ നമ്മൾ ആംഗിൾസ്, ഏതൊക്കെ ആംഗിളാണ് നിങ്ങൾ സ്പെസിഫിക്കലി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ 0, 30, 45, 60, 90. ഓക്കെ, ഇതിന് റേഡിയൻസ് അറിയാലോ. 0, 5/6, 5/4, 5/3, 5/2. ഇനി ഒരു റോയിൽ ഞാൻ കുറച്ച് വാല്യൂസ് ഇടും, എന്റെ മക്കൾ വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. അതിന്റെ ഫ്ലോയും പഠിച്ചാൽ മതി. എന്തൊക്കെയാ? 0, 1/2, 1/√2, √3/2, 1. ഇത് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 5/6 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 5/4 എന്ന് പറഞ്ഞാൽ 1/√2, സൈൻ 5/3 എന്ന് പറഞ്ഞാൽ √3/2, ദെൻ സൈൻ 5/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1. ഓക്കെ, അപ്പം ഇനി കോസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുക. അതായത് 1 ഫസ്റ്റ്, സെക്കൻഡ് 1 √3/2, തേർഡ് 1 1/√2, ഫോർത്ത് 1 1/2, ഇത് 0. ഇത് കോസിന്റെ വാല്യൂസാ. ഓക്കെ, അപ്പം ഇതും പഠിക്കാമെങ്കിൽ ഇനി നമുക്ക് കിട്ടും ടാനിന്റെ വാല്യൂ. അപ്പൊ എങ്ങനെയാണ്? ഇത് ഡിവൈഡ് ബൈ ഇത്, അതായത് 0, 1/√3, 1√3, ഇൻഫിനിറ്റി. ഓക്കെ, ഇത് നമ്മള് ഇനി കണക്ക് ചെയ്തു പോകുമ്പോൾ 5/2 ആണ് വാല്യൂ, 5/3 ആണ് വാല്യൂ, സൈൻ 5/3. നമുക്കിപ്പം ഇതിൽ നിന്നുള്ള റിസൾട്ട് അവിടെ പ്രൊഡിക്റ്റ് വരും. എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ മക്കള് വർക്കിംഗ് കോളത്തിൽ ഈ ടേബിൾ എഴുതിയിട്ടാൽ മതി. എന്നിട്ട് അത് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ. അന്നേരം ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇപ്പം പഠിക്കുവാണെങ്കിൽ ഇപ്പൊ സൈൻ 5/3 എന്ന് പറഞ്ഞ് പഠിക്കണ്ടേ, അതിന്റെ ആവശ്യമില്ല. ഇത്ര മാത്രം പഠിക്കുക. ഈ റോ, ഈ കോളം, ഈ റോ, ഇത്രയും മാത്രം പഠിച്ചാൽ മതി.